ഇങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിട്ടോ. നമ്മൾ കാലത്തെ ട്രെയിനിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ ഒരു കോഫി കുടിച്ചു. എന്നിട്ട് പിന്നെ വരാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഇവിടെ എത്തുന്നത് വരെ. അങ്ങനെ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒറ്റപ്പാലം റീച്ച് ആയിട്ടോ. ഞാനിവിടെ എത്തിയത് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് നേരത്തെ സ്നേഹപ്രകടനത്തിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാൻ പോവാണ്. അമ്മയുടെ സ്കൂട്ടിയിലാണ് കേട്ടോ ഞങ്ങൾ. നല്ല വെയിലായതുകൊണ്ട് നല്ല രീതിക്ക് ടാൻ അടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് നൂറാന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ കയറിയത്. ഫുഡ് വരാനായിട്ട് കുറച്ച് താമസം എടുത്തു കേട്ടോ. പിന്നെ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് വേറെ ഹോട്ടലിൽ പോകാൻ നിന്നില്ല. ഫുഡ് വരുന്നത് വരെ ഞങ്ങൾ 2 ജ്യൂസ് പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് മുസമ്പി, എനിക്ക് ആപ്പിളാണ് പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് മുസമ്പി ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനാണ് കേട്ടോ മുസമ്പി കുടിച്ചത്. അമ്മയ്ക്ക് ആപ്പിൾ കൊടുക്കാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറേ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ സ്കൂട്ടിയിൽ പോയിട്ട് ഇപ്പൊ ടാൻ അടിച്ചിരിക്കുകയാണ് കയ്യിലൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ ഞങ്ങൾ ഫുഡ് വരുന്നവരെ ഞാനും അമ്മയും കൂടി കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിലാണ് കേട്ടോ ഫുഡ് വന്നത്. അങ്ങനെ ഫുഡ് വന്നു. ഞാൻ അമ്മയും കൂടിയിട്ട് ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തേ. അമ്മ എനിക്ക് ബിരിയാണി ഒക്കെ വാരി തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ റാണിമോളുടെ എന്നോടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ഹൈദരാബാദ് പോയിട്ട് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കിനും അവൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാണിക്കാറ്. അച്ഛനും അനിയനൊക്കെ ജോലിക്ക് പോയിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ബാക്കി ഇവിടെ പിന്നീട്